എൻസിപിയുടെ യഥാർത്ഥ ക്ലോക്ക് ഓടിത്തുടങ്ങുമ്പോൾ മറ്റൊരു ക്ലോക്ക് നിലച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതായത് അജിത് പവാർ പക്ഷം എൻസിപി തവിടുപൊടിയായി ഇല്ലാതാവുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ ബിജെപി ചാക്കിട്ട് പിടിച്ച അജിത് പവാർ പക്ഷത്തിലെ നിരവധി MLA-മാർ ഇതാ വീണ്ടും ശരത് പവാറിന്റെ പക്ഷത്തേക്ക് തന്നെ ചേക്കേറിയിരിക്കുകയാണ്. ഇതോടെ അംഗബലം കുറഞ്ഞ അജിത് പവാറും ശരത് പവാറിനൊപ്പം തന്നെ കൂടേണ്ടി വരും എന്നുറപ്പ്. എന്നാൽ വീട്ടിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നാണ് ശരത് പവാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒരിക്കൽ തന്നെ ചതിച്ച് ബിജെപിയുടെ അധികാര കസേരയിൽ ഏറിയവരോട് ക്ഷമിക്കാനാവില്ല എന്ന് തന്നെയാണ് ശരത് പവാർ പറഞ്ഞത്. അതായത് വീട്ടിലേക്ക് സ്വാഗതമുണ്ട്, പക്ഷേ പാർട്ടിയിലേക്കോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമെടുക്കേണ്ടി വരും. അതുമാത്രവുമല്ല, ഒരിക്കൽ ഇറങ്ങിപ്പോയ വേഗതയിൽ തിരിച്ചു കയറി വരാനുമാവില്ല. കാരണം പാർട്ടി എന്ന് പറയുന്നത് ശരത് പവാർ മാത്രമല്ല. പ്രതിസന്ധി കാലത്ത് കൂടെ നിന്ന പലരെയും ഇപ്പോൾ ശരത് പവാറിന് കേൾക്കേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതേസമയം അജിത് പവാറിലെ 19 MLA-മാർ ബന്ധപ്പെട്ടതായി ശരത് പവാർ പക്ഷ നേതാവ് രോഹിത് പവാർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയിലെ ചില MLA-മാർ തന്റെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ ജയന്ത് പാട്ടീലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് ശരത് പവാറും സ്ഥിരീകരിക്കുന്നത്. പിന്നാലെ ബുധനാഴ്ച 20 മുൻ കോർപ്പറേറ്റർ ഉൾപ്പെടെ 25 നേതാക്കൾ NCP അജിത് പവാർ പക്ഷത്തു നിന്നും രാജിവെച്ച് ശരത് പവാറിനൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുമ്പോൾ അജിത് പവാറിന്റെ NCP ക്ലോക്ക് നിലയ്ക്കുക തന്നെയാണ്. ഇവിടെ മഹാരാഷ്ട്ര BJPക്കാണ് കൂടുതൽ പണി. ചക്കിട്ടു പിടിച്ച് ഭരണം നടത്തുന്ന BJP തൂക്കുകയറിലാവുകയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിടിച്ചടക്കിയതൊന്നും താമരക്കുമ്പിളിലില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ NDAക്കുണ്ടായിരുന്ന പരാജയത്തിന് പിന്നാലെയാണ് അജിത് പവാറിന്റെ NCPയിൽ നിന്നും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള മാതൃ പാർട്ടിയിലേക്ക് തിരിച്ചൊഴുക്ക് ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ച അജിത് പവാർ പക്ഷം ഒരിടത്ത് മാത്രമാണൊന്ന് വിജയിച്ചത്. മത്സരിച്ച 10 സീറ്റുകളിൽ 8ഇടത്തും ജയിച്ച ശരത് പവാറിന്റെ NCPയോ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചതും. 2023 ജൂലൈയിലാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിൽ 41 MLA-മാർ NCP പിളർത്തി NDA സഖ്യത്തിൽ ചേർന്നത്. വൈകാതെ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP വിഭാഗത്തെ യഥാർത്ഥ NCP-ആയി തിരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോറ്റതിന് കാരണം അജിത് പവാറുമായുള്ള സഖ്യമാണെന്ന് RSS ബന്ധമുള്ള മറാഠി വാരിക ആരോപിക്കുന്നുണ്ട്. 2019 തിരഞ്ഞെടുപ്പിൽ 23 സീറ്റിൽ വിജയിച്ച BJPക്ക് ഇത്തവണ 9 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ തൂക്കുകയറിലാവുകയാണ് ഇതേ മഹാരാഷ്ട്രയിൽ BJP.